കുട്ടികളെ നമസ്കാരം. ഇത് ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. നമുക്കറിയാം കെമിസ്ട്രിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഡ്രഗ് കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി എക്സെട്ര. അതിൽപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ദാറ്റ് ഈസ് ബയോ കെമിസ്ട്രി ആണ്. പേരിൽ നിന്ന് മനസ്സിലാവും എങ്ങനെയാണ് കെമിസ്ട്രി ബയോളജിക്കൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗമാണ് ബയോ കെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു ലിവിങ് ബീങ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ആയിക്കോട്ടെ. എന്നിൽ എന്തെങ്കിലും കെമിസ്ട്രി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ടത് പ്രോട്ടീൻസ് കൊണ്ടാണ്. പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഒക്കെ ഉണ്ട്. ദീസ് ആർ വി കോൾ ഇറ്റ് ആസ് എ കെമിക്കൽ കോമ്പൗണ്ട്സ് എന്നാ പറയാം. ഇനി എൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന സംഭവമാണ് സ്റ്റാർച്ച് ഉണ്ട് എൻ്റെ ബോഡിയിൽ. ദാറ്റ് ഈസ് സ്റ്റാർച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദിസ് വൺ. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ ബോഡിയിൽ വാട്ടർ ഉണ്ട്. H2O ഏകദേശം 75% വാട്ടറാണ്, വെള്ളമുണ്ട്. ഇറ്റ്സ് അഗൈൻ എ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. മാത്രമല്ല എൻ്റെ ബോഡിയിൽ വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇതൊരു വൈറ്റമിൻ ആണ്. ദിസ് ഇസ് എ വൈറ്റമിൻ. ദാറ്റ് ഈസ് ഇതിന്റെ ഫോർമുല C66H88 കൊബാൾട്ട് നൈട്രജൻ 14 O14P. അതിന്റെ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. ഇത് ശരിക്കും വിറ്റാമിൻ B12 ഫോർമുലയാണിത്. Therefore we can say that vitamin B12 is a chemical compound ആണ്. ഇതൊരു ബിഗ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇത് ആരാന്നറിയോ നിങ്ങൾക്ക്? ദാറ്റ് ഈസ് that C2952 കാർബൺ ആറ്റം അടങ്ങിയ 4664 ഹൈഡ്രജൻ ആറ്റം അടങ്ങിയ 832 ഓക്സിജൻ അടങ്ങിയ 1812 നൈട്രജൻ അടങ്ങിയ 8 സൾഫർ അടങ്ങിയ 4 അയേൺ അടങ്ങിയ ഒരു കെമിക്കൽ കോമ്പൗണ്ടാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ടാണ്. ഈ അയേൺ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ദിസ് ഇസ് വി കോൾ ഇറ്റ് ആസ് എന്താ പറയുക, ഹീമോഗ്ലോബിൻ എന്നാ പറയാം. ദാറ്റ് മീൻസ് നിങ്ങളുടെ ബോഡിയിലുള്ള ഏത് പാർട്സ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും, നിങ്ങളുടെ സ്കിൻ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ആണെങ്കിലും വട്ട് ടീത്ത് ആണെങ്കിലും, ടീത്ത് ഈസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റുകൾ കൊണ്ടാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ബോൺസ് ഉണ്ടാക്കിയിരിക്കുന്നതും കാൽഷ്യം ഫോസ്ഫേറ്റുകൾ കൊണ്ടാണ്. നിങ്ങളുടെ ബോഡിയിലുള്ള ഏത് പാർട്സ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. So we can say that you can see a lot of chemical compounds in your body. ബോഡിയിൽ ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സിനെ കാണാൻ പറ്റും. മാത്രമല്ല ആ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആനബോളിസം, കാറ്റബോളിസം, അല്ലെങ്കിൽ ജനറലി നോൺ ആസ് മെറ്റാബോളിസം, അല്ലെങ്കിൽ സിഗ്നൽ ട്രാൻസ്മിഷൻ എക്സെട്ര. ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടുകൾ കാണപ്പെടുന്ന, കെമിക്കൽ റിയാക്ഷൻ കാണപ്പെടുന്ന സ്ഥലത്തെ നമ്മൾ കെമിക്കൽ ലബോറട്ടറി എന്നാ പറയാം. നമ്മുടെ ബോഡിയിലും ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സും ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. വി ക്യാൻ സേ ദാറ്റ് നിങ്ങളൊരു ലബോറട്ടറി പോയി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് ദൂരെയൊന്നും പോകണ്ട, നമ്മുടെ ബോഡിയിലേക്ക് തന്നെ പോയാൽ മതി. പക്ഷേ ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ വെരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോഴും മനുഷ്യ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. Therefore we can say that biochemistry is a branch of chemistry that deals with the chemical compounds and chemical reactions that takes place in living organism ആണ്. ലിവിങ് ഓർഗാൻസ് നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ പറ്റിയിട്ടും ലിവിങ് ഓർഗാൻസിൽ കാണപ്പെടുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ബയോകെമിസ്ട്രി. ഈ ബയോകെമിസ്ട്രിത്തിന് 2 ബ്രാഞ്ച് ഉണ്ട്. വൺ ഇസ് വി കോൾഡ് ആസ് ബയോ ഓർഗാനിക് കെമിസ്ട്രി. ഫോർ എക്സാമ്പിൾ ഈ സ്റ്റാർച്ച് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാർബണും ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ടിൽ ഈ പറഞ്ഞ എലമെന്റ്സുകൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ ഈ എലമെന്റ്സുകൾ മാത്രം കാണപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി മാത്രമാണ് പ്രതിപാദിക്കുന്നുള്ളൂ എങ്കിൽ വി കോൾ ഇറ്റ് ആസ് ബയോ ഓർഗാനിക് കെമിസ്ട്രി എന്നാ പറയാം. അതേസമയം ഇതും പ്രോട്ടീൻസിന്റെ കേസിലും ഇസ് എ ബയോ ഓർഗാനിക് കെമിസ്ട്രി ആണ്. വെൻ യു ലുക്ക് അറ്റ് ദീസ് മോളിക്യൂൾസ് ദാറ്റ് ഈസ് വിറ്റാമിൻ B12 അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും ഓർഗാനിക് പാർട്ട, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫോസ്ഫറസ്, ഇതൊക്കെ ഓർഗാനിക് പാർട്ട. ബട്ട് യു ക്യാൻ സേ ദാറ്റ് ദർ ഇസ് എ കൊബാൾട്ട് ഈസ് ദ. കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ അയോണ. ദാറ്റ് ഇസ് എൻ ഇനോർഗാനിക് എൻറ്റിറ്റി ആണ്. അങ്ങനെ ഒരു ബയോമോളിക്യൂൾസിലുള്ള
ഇനോർഗാനിക് എൻറ്റിറ്റി ഐ മീൻസ് മെറ്റൽ അയോൺസിന്റെ അതിന്റെ ഇമ്പോർട്ടൻസിൻ്റെ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോഴാണ് ദാറ്റ് ഇസ് വി കോൾഡ് ആസ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയാം. സിമിലർലി നിങ്ങൾക്കറിയാം ഹീമോഗ്ലോബിനിൽ ഒരുപാട് എലമെന്റ്സ് നിങ്ങൾ കണ്ടു. അതിൽ അയേൺ എന്ന് പറയുന്ന ഒരു എലമെന്റ്സ് ഉണ്ട്. അയേണിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഇസ് എൻ ഇനോർഗാനിക് എലമെന്റ്സ് ആണ്. അങ്ങനെയാകുമ്പോൾ അയേൺ എങ്ങനെയാണ് ഹീമോഗ്ലോബിന്റെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദി ഫങ്ഷൻ ഓഫ് അയേൺ ഇൻ ദി ഹീമോഗ്ലോബിൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് ദാറ്റ് ഇസ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. ബയോ ഓർഗാനിക് കെമിസ്ട്രി മീൻസ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയുള്ള പഠനമാണ്. ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഇനോർഗാനിക് എൻറ്റിറ്റി ഇൻ എ ബയോമോളിക്യൂൾസ്. ഒരു ബയോമോളിക്യൂൾസിലുള്ള ഇനോർഗാനിക് എൻറ്റിറ്റിയെ പറ്റിയുള്ള പഠനമാണ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ഇതിന്റെ നോട്ട്സ് ഞാൻ ക്ലാസിന്റെ ഇടയിൽ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ബ്രാഞ്ചസ് ആണ് ചില ബ്രാഞ്ചിൽ ദാറ്റ് ഡിസ്കസ് അബൌട്ട് നാച്ചുറലി ഒക്യൂറിങ് ഇനോർഗാനിക് എൻറ്റിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നതല്ലേ ഹിമോഗ്ലോബിൻ, അതിൽ അയൺ ഉണ്ട്. വിറ്റാമിൻ B12 കൊബാൾട്ട് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നതാണ് ദാറ്റ് ഇസ് നാച്ചുറലി ഒക്യൂറിങ് ഇനോർഗാനിക് എൻറ്റിറ്റിയെ പറ്റിയുള്ള ഒരു ബ്രാഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തേതാണ് യൂസ് ഡ്രഗ്സ് ഓർ പ്രോപ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കാറുണ്ട്. അത് ചില മരുന്നുകളൊക്കെ ഇനോർഗാനിക് കെമിക്കൽസ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു PTNH3 twice Cl2. ഇതൊരു ഇനോർഗാനിക് കെമിക്കലാണ്. ഈ കെമിക്കലാണ് സാധാരണയായിട്ട് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ. ദിറ്റ് ഇസ് വി കോൾഡ് ആസ് സിസ്പ്ലാറ്റിൻ എന്നാ പറയാം. അപ്പൊ ഡ്രഗ്സുകളുണ്ട്, ഒരുപാട് ഇനോർഗാനിക് ഡ്രഗ്സുകളുണ്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു അവർ ലിവിങ് ബീങ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രോബ്. എന്താ ഈ പ്രോബ് എന്ന് വെച്ചാൽ, ഈ MRI സ്കാനിങ് ഒക്കെ നടത്തണമെങ്കിൽ ആദ്യം നമ്മുടെ ബോഡിയിലേക്ക് ഹൈലി മാഗ്നറ്റിക് ആയിട്ടുള്ള ഈ റുഥേനിയം എന്ന് പറയുന്ന എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. അപ്പം അവന്മാരെ പറ്റിയൊക്കെ പഠനമാണ്. ദാറ്റ് ഇസ് നമ്മുടെ ഇന്റേണൽ പാർട്സിനെ പറ്റി, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഫങ്ഷൻസിനെ പറ്റിയൊക്കെ പഠിക്കാൻ, അന്വേഷിക്കാൻ നമ്മൾ ഇനോർഗാനിക് കെമിക്കൽസുകൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, ഇനോർഗാനിക് എലമെന്റ്സ് ഇൻ ദി ഫുഡ്. നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ ഒരുപാട് ഇനോർഗാനിക് എലമെന്റ്സ് ഉണ്ട്. പലപ്പോഴും ഈ പൊട്ടാസ്യം കുറഞ്ഞവരോട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് കൂടുതൽ ബനാന കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഇരുമ്പിന്റെ അംശം കുറയുന്നത് കൊണ്ട് ഒരുപാട് പ്രത്യേക തരത്തിലുള്ള ഫുഡുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഫുഡിൽ ഒരുപാട് ഇനോർഗാനിക് എലമെന്റ്സ് ഉണ്ട്. അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചസ് ഉണ്ട്. നെക്സ്റ്റ്, ടോക്സിസിറ്റി ആൻഡ് റെമഡീസ്. ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബോഡിയിൽ ഈവൻ മെർക്കുറി പോലും നമ്മുടെ ബോഡിയിലുണ്ട്, വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ. ഇതുവരെയായിട്ട് എന്താണ് മെർക്കുറിയുടെ ഫംഗ്ഷൻ എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. നമ്മുടെ ബോഡിയിൽ ആർസനിക് ഉണ്ട്, ആന്റിമണി ഉണ്ട്, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷേ ഈ എലമെന്റ്സിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് കുറച്ചൊന്ന് കൂടിപ്പോയാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. ദാറ്റ് ഇസ് വി കോൾഡ് ആസ് ടോക്സിസിറ്റി ഓഫ് ദിസ് എലമെന്റ്സ് ആണ്. അപ്പം വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഇസ് ഗുഡ് ഫോർ അവർ ബോഡി, എക്സസ് ക്വാണ്ടിറ്റി ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ ബോഡി. അപ്പോൾ അങ്ങനെ നോട്ട് ഗുഡ് ആയിട്ട് വരുമ്പോൾ എന്തായിട്ട് മാറുക, ടോക്സിക് ആയിട്ട് മാറുക. മാത്രമല്ല, ഫോർ എക്സാമ്പിൾ, ഈ വണ്ടിയിൽ നിന്നൊക്കെ പുറത്ത് വരുന്ന എക്സോസ്റ്റിൽ ലെഡ് അടങ്ങിയിട്ടുണ്ടാവും. ആ ലെഡ് എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഹീമോഗ്ലോബിനിലുള്ള അയേണിനെ ചവിട്ടി മാറ്റി അവിടെ ലെഡ് കടന്നുകൂടും. അങ്ങനെയാകുമ്പോൾ ഹീമോഗ്ലോബിന്റെ ഫങ്ഷൻസ് നഷ്ടപ്പെട്ടു പോകും, അനീമിക് രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ പറ്റി, ഈ എലമെന്റ്സിന്റെ ടോക്സിസിറ്റിയെ പറ്റി പഠിക്കുന്ന ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഭാഗമുണ്ട്. മാത്രമല്ല, അതിന്റെ റെമഡീസ് ഇൻ കേസ് ഈ പറഞ്ഞ എലമെന്റ്സുകൾ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, അത് ഈ റെമഡീസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് മെറ്റൽ അയോൺ. നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് മെറ്റൽ അയോൺ ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽഷ്യം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ഭാഗവും ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഒരു 30 എലമെന്റ്സ് നിർബന്ധമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. അത്തരം എലമെന്റ്സിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് essential elements na പറയാം. That must be for the
proper functioning of our body. That is we call it as essential elements. ഈ essential elements തന്നെ അതിൽ എത്രമാത്രമാണ് അതിൻ്റെ അബണ്ടൻസി നമ്മുടെ ബോഡിയിൽ, അതിൻ്റെ ബേസിൽ രണ്ടായി തരംതിരിക്കാം. വൺ ഈസ് വി കോൾ ഇറ്റ് ആസ് ബൾക്ക് എലമെന്റ്സ്, അല്ലെ പറയുക മാക്രോ ന്യൂട്രിയൻസ് എന്നാ പറയാം. അവന്മാർ ഒരുപാട് നമ്മുടെ ബോഡിയിൽ കാണപ്പെടാൻ പറ്റും. ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന എലമെന്റ്സ് എന്നാ പറയുക വി കോൾ ഇറ്റ് ആസ് ബൾക്ക് എലമെന്റ്സ് ഓർ മാക്രോ ന്യൂട്രിയൻസ് എന്നാ പറയാം. അതിന്റെ എക്സാമ്പിൾസ് ആർക്കെന്ന് അറിയാം. അങ്ങനെ ഒരു 11 എലമെന്റ്സ് ആണ് അങ്ങനത്തെ ബൾക്ക് അല്ലെങ്കിൽ മാക്രോ എലമെന്റ്സ് എന്ന് പറയാം. 11 എലമെന്റ്സ്. അങ്ങനെയാകുമ്പോൾ ട്രേസ് എലമെന്റ്സ് അല്ലെ മറ്റൊരു പേര് മൈക്രോ ന്യൂട്രിയൻസ് എന്നാ പറയാം. വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന എലമെന്റ്സ് ആണ് ട്രേസ് എലമെന്റ്സ് ഓർ മൈക്രോ ന്യൂട്രിയൻസ്. ഞാൻ പറഞ്ഞു മൊത്തം 30 എസൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്. 11 മാക്രോ ന്യൂട്രിയൻസ് ആണെങ്കിൽ ബാക്കി 19 എണ്ണം മൈക്രോ ന്യൂട്രിയൻസ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ മാക്രോ ന്യൂട്രിയൻസും അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് തമ്മിലുള്ള വ്യത്യാസം. ആരൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്, ആരൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന കാര്യം നമുക്ക് നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഇവന്മാർ സൾഫർ, ഫോസ്ഫറസ്, കാൽഷ്യം. ഇവന്മാരുടെ പ്രത്യേകത, ഇവന്മാരല്ലേ നമ്മുടെ ബോഡിയെ നിർമ്മിച്ചിരിക്കുന്ന ഇവന്മാർ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, കാൽഷ്യം എക്സെട്ര, കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെയാണ് ബോൺസ്. ഇവന്മാർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ബോഡിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ബോഡിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മാക്രോ ന്യൂട്രിയൻസിനെ അല്ലെങ്കിൽ ബൾക്ക് ഇതിനെ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ദേ ആർ വി കൺസിഡർ ആസ് സ്ട്രക്ചറൽ എലമെന്റ്സ് എന്നാ പറയാം. സ്ട്രക്ചറൽ എലമെന്റ്സ്. അതേസമയം സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, ക്ലോറിൻ, ഇവന്മാരുടെ പ്രത്യേകത നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഇവന്മാർക്കുണ്ട്. സോഡിയം പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ദാറ്റ് ഈസ് സോഡിയം പൊട്ടാസ്യം പമ്പിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. നെർവ്സ് അല്ലെങ്കിൽ സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മെഗ്നീഷ്യം മീൻസ് ആർ എൻസൈംസ്, ക്ലോറിനും അതിൻ്റെ ഫംഗ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ ബോഡിയിൽ, ഒരുപാട് കെമിക്കൽ പ്രോസസ്സുകളെ സ്വാധീനിക്കുന്ന അവന്മാരുടെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഫങ്ഷണൽ എലമെന്റ്സ് എന്ന് നമ്മൾ പറയും. വി കോൾ ഇറ്റ് ആസ് ഫങ്ഷണൽ എലമെന്റ്സ് എന്നും പറയും. ഇനി നിങ്ങൾ നോക്കുക, ഏകദേശം നമ്മുടെ ബോഡിയിലുള്ള മൊത്തം എലമെന്റ്സിന്റെ 99% ഇവന്മാരായിരിക്കും. ബാക്കി വളരെ 1% മാത്രമേ ഇവന്മാർ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ട്രേസ് എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. ഈ ട്രേസ് എലമെന്റ്സ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, 2 തരത്തിൽ. അപ്പോൾ 19 ട്രേസ് എലമെന്റ്സ് ഉള്ള അത് 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെറ്റൽസുകളെന്നും നോൺ മെറ്റൽസുകളെന്നും. കാണപ്പെടുന്ന ട്രേസ് എലമെന്റ്സ് പറയാം: അയൺ, കോപ്പർ, സിങ്ക്, മോളിബ്ഡിനം, കൊബാൾട്ട്, ക്രോമിയം, വനേഡിയം, നിക്കൽ, കാഡ്മിയം, ടിന്ന്, ലെഡ്, ലിത്തിയം. ഇവന്മാരൊക്കെ മെറ്റൽസ് ആണ്. നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ട്രേസ് എലമെന്റ്സ് പെടുന്ന മെറ്റൽസ് ആണ്. നൗ നോൺ മെറ്റൽസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ബോറോൺ, ഫ്ലോറിൻ, അയഡിൻ, സെലീനിയം, സിലിക്കൺ, ആർസനിക് എക്സെട്ര. ദീസ് ആർ കൺസിഡർ ആസ് നോൺ മെറ്റൽസ് എന്നാ പറയാം. അതിൽ ഫെഗൂസ്, ഈ ചങ്ങായിമാർ അയൺ, കോപ്പർ, സിങ്ക്, ഫെഗൂസിന് അവന്മാർ കുറച്ചും കൂടിയും ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നു. അതേസമയം ഇവന്മാരൊക്കെ വളരെ വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഇവന്മാരെ നമുക്കൊരു കാര്യം പറയാം, അൾട്രാ ട്രേസ് എലമെന്റ്സ് എന്നും പറയാറുണ്ട്. അതായത് ട്രേസിനേക്കാൾ ചെറുത്, വളരെ കുറച്ച് മാത്രമേ ഇവന്മാരെ കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. ദാറ്റ് ഈസ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന ഹെഡിങ് ചെയ്ത ഇവിടെ BIO വിട്ടുപോയിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ഇനോർഗാനിക് എൻറ്റിറ്റീസ് ഇൻ ദി ബയോളജിക്കൽ സിസ്റ്റം. ഇറ്റ് ഹാവ് ഡിഫറെന്റ് ബ്രാഞ്ചസ്. നമ്പർ 1, study of naturally occurring inorganic entity in the living beings. Number 2, introduction of inorganic substance to the living system that will be used as either drugs or used as a probe to determine the structure and function of biomolecules. Number 3, investigation of importance of inorganic elements in the food. Number 4, research on the toxicity of elements and how to overcome such toxicity. Number 5, study of manner of metal ion
metal ion transportation and storage in biological system. Then you write essential elements. There are a number of elements which are inevitable. inevitable നിർബന്ധമായിട്ട് വേണ്ടത് inevitable to maintain the smooth functioning of living organism known as essential element. There are 30 essential elements. More are yet to be recognized. ഒരുപാട് എലമെന്റ്സ് ഇനിയും ബാക്കിയുണ്ട്, പക്ഷെ അതിന്റെ ഫങ്ഷൻ ഇതിനെ മനസ്സിലായിട്ടില്ല. ഓക്കെ, യു റൈറ്റ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types. Number 1, bulk elements, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കുക മാക്രോ ന്യൂട്രിയൻസ്. These are required by the organism in large quantities. In human beings, there are 11 elements which constituted. There are 14 elements common which constituted more than 99% of the essential elements. They are carbon, hydrogen, oxygen, nitrogen, sulfur and phosphorus. Bracket കൊടുക്കുക structural. Sodium, potassium, magnesium, calcium, chlorine. Bracket കൊടുക്കുക functional. അവന്മാർ functional ആണ്. Then you write trace elements. Bracket കൊടുക്കുക micronutrients. These are required by the living organism in very minute quantity. There are 19 elements recognized so far. Example: iron, copper, zinc, molybdenum, cobalt, chromium, vanadium, nickel, cadmium, tin, lead, lithium. Bracket കൊടുക്കുക ഇവന്മാരൊക്കെ മെറ്റൽസ് ആണ്. ബോറോൺ, ഫ്ലോറിൻ, അയഡിൻ, സെലീനിയം, സിലിക്കൺ, ആർസനിക്. ബ്രാക്കറ്റ് നിങ്ങൾ എഴുതി വെക്കണം. ദാറ്റ് ഈസ് നോൺ മെറ്റൽസ് ആണ്. അതർ ദാൻ Fe, Cu and zinc, the others are considered as ultra trace elements. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസ് ഓഫ് മെറ്റൽ അയോൺസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം ആണ്. അതിൻ്റെ ഒരു ജനറൽ പെർസ്പെക്റ്റീവ്സ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, പിന്നെ ഈ സോഡിയം, പൊട്ടാസ്യം പമ്പ് എക്സെട്ര ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ അതൊരു ജനറൽ ഐഡിയ ഇപ്പം പറയാം. എങ്ങനെയാണ് ഈ മെറ്റൽ അയോൺസ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്, ആ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത്, metal as a cofactor in enzyme ആണ്. If you take a conjugated protein system എടുക്കാൻ അല്ലെങ്കിൽ ജനറലി നമ്മൾ പറഞ്ഞ we call it as hollow enzyme എന്ന് പറയും. HOLO enzyme. ഒരു ഹോളോ എൻസൈംസിന് 2 പാർട്ട് ഉണ്ടാവും. One is we call it as apo enzymes, APOENZYME, apo enzymes, and next one is cofactor ആണ്. ഇതിലുള്ള apo enzymes that is a protein ആയിരിക്കും. അതൊരു പ്രോട്ടീൻ ആയിരിക്കും. പ്രോട്ടീൻ നിങ്ങൾക്ക് അറിയാം, അതൊരു ഓർഗാനിക് ആണ്, ഇനോർഗാനിക് അല്ല അല്ലേ. പക്ഷെ അതിൻ്റെ കൂടെ കോഫാക്ടറായിട്ട് ചില മെറ്റൽ അയോൺസ്, ഫോർ എക്സാമ്പിൾ ദാറ്റ് ഇസ് സിങ്ക് ഉണ്ടാവും, മെഗ്നീഷ്യം ഉണ്ടാവും, കാൽഷ്യം പോലത്തെ മെറ്റൽ അയോൺസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം എൻസൈംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ അതിൻ്റെ ദാറ്റ് ഇസ് കറ്റാലിറ്റിക് ആക്ടിവിറ്റിയാണ്. ഒരു എൻസൈംസ് കറ്റാലിറ്റിക് ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ ആ കോഫാക്ടർ ഉണ്ടായിരിക്കണം. Therefore we can say that cofactor have an important function in hollow enzymes ആണ്. ഓക്കെ, എങ്ങനെയാണ് കോഫാക്ടർ ആയിട്ടുള്ള മെറ്റൽ അയോൺസ് അപ്പോ എൻസൈംസുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്? അതായത് ഹോളോ എൻസൈംസിൽ 2 എണ്ണം ഉണ്ട്, അപ്പോ എൻസൈംസും ഉണ്ട്, കോഫാക്ടറും ഉണ്ട്. കോഫാക്ടർ സാധാരണ മെറ്റൽ അയോൺസ് ആയിരിക്കും. എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? അതിന്റെ ബേസിൽ നമുക്ക് 2ആയി തരംതിരിക്കാം ഹോളോ എൻസൈംസിന്. One is we call it as metallo enzymes. Next one is metal activated enzymes. What is the difference is that metallo enzymes നമ്മുടെ മെറ്റൽ അയോണും ഈ പറഞ്ഞ പ്രോട്ടീനും തമ്മിൽ, പ്രോട്ടീൻ മീൻസ് അപ്പോ എൻസൈംസ് തമ്മിൽ ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇംപ്രഗ്നേറ്റഡ് ആയിരിക്കും. അതേസമയം മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് ആണെങ്കിൽ അവിടെ മെറ്റൽ അയോണും അപ്പോ എൻസൈംസും തമ്മിൽ ഒരു ലൂസ്ലി ബോണ്ടഡ് കണക്ഷൻ ആയിരിക്കും. വളരെ വീക്ക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആക്ടിവേറ്ററുകൾ അവിടെ സാധാരണയായിട്ട് ഉണ്ടാവും. ആ ആക്ടിവേറ്ററും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും എൻസൈംസിന് കറ്റാലിറ്റിക് ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. മെറ്റാലോ എൻസൈംസിന് എക്സാമ്പിൾസ് ആണ്. വൺ ഇസ് കാർബോക്സി പെപ്റ്റിഡേസസ്. ഇറ്റ് ഇസ് എ മെറ്റാലോ എൻസൈംസ് ആണ്. അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അതിന്റെ എക്സാമ്പിൾ ZN, അതിലടങ്ങിയിരിക്കുന്ന മെറ്റൽ അയോൺ Zn2+ ആണ്. രണ്ടാമത്തെ ദാറ്റ് ഇസ് യൂറിയേസ്. പ്രോട്ടീൻസ് വിഘടിച്ച് യൂറിയാക്കി മാറ്റുന്ന എൻസൈംസ് ആണ്. ദാറ്റ് ഇസ് യൂറിയ വിഘടിച്ചിട്ട് അമോണിയാക്കി മാറ്റുന്ന എൻസൈംസ് ദാറ്റ് ഇസ് Na2+ ആണ് അതിലടങ്ങിയിട്ടുള്ളത്. സൂപ്പർ ഓക്സൈഡ് ഡിസ്മോട്ടേസസ്. നമ്മുടെ ബോഡി സൂപ്പർ ഓക്സൈഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും, അതിനെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക, നമുക്ക് പഠിക്കാനുണ്ട്. അത് ദാറ്റ് ഇസ് കോപ്പർ എൻസൈംസ് ആണ്. സൈറ്റോക്രോം P450 ഇസിന് അനദർ എൻസൈംസ്. അതിലടങ്ങിയിരിക്കുന്നത് Fe2+ എന്ന് പറയുന്ന മെറ്റൽ അയോൺസ് ആണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡീസ് ഉണ്ട്. ഇനി മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസിന്റെ എക്സാമ്പിൾ ആണ് ദാറ്റ് ഇസ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ്. എന്താ ഈ ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത എങ്ങനെയാണ്? അത് ഫ്രക്ടോസ് ഫോസ്ഫേറ്റും ATPയും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്ന എൻസൈംസ് ആണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്. അതിന്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ആക്ടിവേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ അയോൺ ആണ് Mg2+. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കേസിൽ ആക്ടിവേറ്ററും ആരാണ്? ദാറ്റ് ഇസ് ആക്ടിവേറ്ററും എന്ത് തന്നെയാണ്? ഒരു മെറ്റൽ അയോൺ തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ദാറ്റ് ഇസ് മെറ്റൽ അയോൺ ആസ് എ സ്ട്രക്ചറൽ യൂണിറ്റ്സ്. നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ മെറ്റൽ അയോൺസിന് കാര്യമായ സ്വാധീനമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ബോൺസും ടീത്തും ഉണ്ടാക്കുന്നതിൽ ഏത് മെറ്റൽ അയോൺസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ആർക്കാണ്? കാൽഷ്യം അയോണാണ്. നിങ്ങൾക്കറിയാം കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് ബോൺസും ടീത്സും. അതേപോലെ തന്നെ ക്ലോറോഫിലിന്റെ ആ ഒരു സ്ട്രക്ചറൽ എൻറ്റിറ്റി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റൽ അയോൺ ആണ് ദാറ്റ് ഇസ് Mg2+. ഇങ്ങനെ മെറ്റൽ അയോൺസുകൾ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിലും കാര്യമായിട്ടുള്ള റോൾസ് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തതാണ് ദാറ്റ് ഇസ് കൺട്രോൾ ദി മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് അതർ മെക്കാനിസം ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് മെക്കാനിസം അവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ നിയന്ത്രിക്കുന്നതിൽ മെറ്റൽ അയോൺസിന് കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, കുറേ എക്സാമ്പിൾസ്, 2 എക്സാമ്പിൾസ് മാത്രമേ ഇവിടെ പറയാം. നമ്മൾ ഇവിടെ ജനറൽ സ്റ്റഡീസ് ആണ് ഇവിടെ നടത്താൻ പോകുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ അയോണിന് ദാറ്റ് വിൽ മെറ്റാബോളിസം ഓഫ് പ്രോട്ടീൻസിന്റെ നിർമ്മാണവും അത് ഡിസ്ട്രക്ഷനും അതിനെ സ്വാധീനിക്കാൻ ഈ കോപ്പറിന് കഴിവുണ്ട്. അതേപോലെ തന്നെ കോപ്പർ ഇറ്റ് ഓൾസോ എഫക്ട് ദി ഫോർമേഷൻ ഓഫ് ഹെയർ, മുടിയുടെ വളർച്ചയ്ക്കും മസിൽസിന്റെ വളർച്ചയ്ക്കും RBCയുടെ ഫോർമേഷനെയും കോപ്പറിന് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ദാറ്റ് ഇസ് ക്രോമിയം എന്നിരിക്കുക. ക്രോമിയത്തിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ക്രോമിയത്തിന്റെ കേസ് ആണെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫോർമേഷൻ, യൂട്ടിലൈസേഷൻ, അതേപോലെ തന്നെ കൺട്രോൾ, അത് എങ്ങനെ നിയന്ത്രിക്കണം, എത്ര കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ക്രോമിയമാണ്. കാർബോഹൈഡ്രേറ്റ്സിന്റെയും പ്രോട്ടീൻസിന്റെയും ഇതിലൊക്കെ ക്രോമിയത്തിന് സ്വാധീനിക്കാൻ കഴിവുണ്ട്. മാത്രമല്ല മസിൽസിന്റെയും ടിഷ്യൂസിന്റെയും ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാനും ഈ പറഞ്ഞിരിക്കുന്ന ക്രോമിയത്തിനുള്ള കഴിവുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വാധീനിക്കാൻ മെറ്റൽ അയോൺസിന് കഴിവുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നാലാമത്തെ ഫംഗ്ഷൻ ആണ് ദാറ്റ് ഈസ് ആസ് ഓക്സിജൻ കാരിയർ. നമുക്കറിയാം ലിവിങ് ബീങ്സിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ. ഓക്സിജൻ ക്യാരി ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളണം. അപ്പോൾ ഈ ഓക്സിജനെ ക്യാരി ചെയ്യാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളാനും അവിടെ ചില എൻസൈംസുകൾ ചില ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ദാറ്റ് ഈസ് മാമ്മൽസിൽ ഹീമോഗ്ലോബിനാണ് ആ ഒരു വർക്ക് ചെയ്യുന്നത്. ഹീമോഗ്ലോബിൻ ഈസ് എൻ അയൺ പ്രോട്ടീൻ ആണ്. ഇറ്റ് ഇൻവെർട്ടിബ്രേറ്റ്സിൽ വെർട്ടിബ്രേ ഇല്ലാത്തതിൽ ദാറ്റ് ഈസ് ഹീമോ എരിത്രിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ആ ഫങ്ഷൻസ് ആക്ട് ചെയ്യുന്നത്. എല്ലാം മെറ്റൽ അയോൺസ് അടങ്ങിയ കോമ്പൗണ്ടുകളാണ്. ദാറ്റ് ഈസ് ദി ഫങ്ഷൻ ആസ് ഓക്സിജൻ കാരിയർ. ഓക്കെ, അഞ്ചാമത്തതാണ് ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ, pH ആൻഡ് റെഗുലേറ്ററി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സെല്ലിന്റെ ഇൻസൈഡ് ദി സെല്ലും ഔട്ട്സൈഡ് ദി സെല്ലിലെയും കോൺസെൻട്രേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ
there will be shrinking or swelling of cells due to osmosis. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇതൊരു സെല്ലാണെങ്കിൽ ഇവിടെ ഹൈ കോൺസെൻട്രേഷനും വന്നു, പുറമെ ലോ കോൺസെൻട്രേഷൻ ഉള്ളതെങ്കിൽ ഇവിടുന്ന് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സെല്ല് സ്വെല്ല് ചെയ്യും, അത് വീങ്ങും. അതേസമയം ഇവിടെ ഹൈ കോൺസെൻട്രേഷനും ഇവിടെ ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇവിടുന്ന് വാട്ടർ ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പോകും. നിങ്ങൾക്കറിയാം സെൽ മെമ്പറൈൻ ഈസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ അല്ലെ, അതുകൊണ്ട് ഇവിടുന്ന് പുറത്തേക്കും ചാടും. അങ്ങനെയാകുമ്പോൾ സെല്ല് ഷ്രിങ്ക് ചെയ്യും. അങ്ങനെയാകുമ്പം ഉള്ളിലത്തെയും പുറത്തെയും കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന എലമെന്റുകളാണ് സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം പോലത്തെ അയോൺസുകളാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ബ്ലഡിന് ഒരു പി എച്ച് ഉണ്ട്. സാധാരണയായിട്ട് ബ്ലഡിന്റെ പി എച്ച് നമ്മൾ പറയാറ് 7.3 ആണ് ബ്ലഡിന്റെ പി എച്ച്. യുനോ ഈ 7.3 ഒരു 7.6 ഒരു 7.1 ഒക്കെ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾ മരിച്ചു പോകും. നിങ്ങൾക്കറിയാം നമ്മൾ ചായ കുടിക്കാറുണ്ട്, ലെമൺ ജ്യൂസ് കുടിക്കാറുണ്ട്. ലെമൺ ജ്യൂസിന്റെ ഒക്കെ പി എച്ച് 2.3 അങ്ങനെ ആകുമ്പോൾ ഈ ലെമൺ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെ വേരി ചെയ്യാൻ സമ്മതിക്കാതെ ബ്ലഡിൽ നിലനിൽക്കുന്ന ഒരു സംഭവമുണ്ട്, ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ്, ഇതിന്റെ പേരായിരുന്നു ബഫർ സൊല്യൂഷൻ എന്നാ പറയാം. ആക്ച്വലി നമ്മൾ ബ്ലഡ് കാണുന്ന ബഫർ ഇതാണ്, ദാറ്റ് ഈസ് സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് H2CO3, കാർബോണിക് ആസിഡ് ബഫറാണ്. നിങ്ങൾ നോക്ക്, അതിൽ സോഡിയം എന്ന് പറഞ്ഞ മെറ്റൽസ് ഉണ്ട്. അപ്പോൾ സോഡിയത്തിന് കാര്യമായ റോളുണ്ട് ബ്ലഡിൻ്റെ പി എച്ച് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ. മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ റെഗുലേറ്ററി ആക്ഷൻ എന്ന് വെച്ചാൽ ദർ ഇസ് എ സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ട്, അതാണ് സിഗ്നൽ ട്രാൻസ്മിഷന് നമ്മളെ ബോഡിയിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബേസിക് ഐഡിയ മാത്രമേ ഈ ക്ലാസ് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള, അതായത് മെറ്റൽ അയോൺസിനെ ജനറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും എന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ എക്സെട്ര ഇങ്ങനത്തെ കുറേ ഒന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ സ്റ്റഡീസ് നടത്തും. ഓക്കെ, താങ്ക് യു. എന്നിട്ട് ഈ കാര്യം നിങ്ങൾ എഴുതി വെക്കുക, ഫങ്ഷൻസ് ഓഫ് മെറ്റൽ അയോൺ ഇൻ ബയോളജിക്കൽ സിസ്റ്റം. ഔട്ട് ഓഫ് 30 essential elements, 17 are metals. They may be bulk metals, trace metals, or ultra trace metals. Each one have a specific function in our body. A general idea is given below. Number 1, metal as a cofactor in a enzyme. Hollow enzymes, bracket kodukka, conjugated protein enzymes is an enzyme which consists of two parts. A protein part, bracket kodukka, apo enzymes, and a non-protein part, bracket cofactor. That is ingane kodukka, hollow enzyme is equal to apo enzymes plus cofactor. Metal ions like Mg2+, Ca2+, Mn2+, etc. act as the cofactor and is very important in catalytic activity of the enzymes. Depending upon how the metals are connected into the apo enzymes, there are two types of enzymes. One is metal enzymes. These have a tightly bound metal ion cofactor. This metal ion provides structural, functional, and catalytic activity or both. Example, alcohol dehydrogenase is an enzyme. It have two Zn2+ ions. Out of this, one Zn2+ act as a structural entity and the second have catalytic activity. Example for other metalloenzymes are: number 1, carboxypeptidases. അതിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ Zn2+. Number 2, urease, Na2+ metal is present. Number 3, superoxide dismutase, Cu2+ is the ion. Number 4, cytochrome P450, Fe2+ is the ion. രണ്ടാമത്തത് മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ്. നമ്മൾ പറഞ്ഞു ഹോളോ എൻസൈംസ് രണ്ട് തരത്തിലുണ്ട്. വൺ ഈസ് മെറ്റാലോ എൻസൈംസ്, നമ്പർ 2 ദാറ്റ് ഇസ് മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ്.
Here, the metal ion is loosely bounded to the apoenzymes. Apoenzymes is nothing but protein part. But this enzymes requires another metal ion, generally known as activator, to enhance the catalytic activity. Example, phosphofructokinase. This catalyzes the reaction between fructose 6-phosphate and ATP with the help of an activator Mg2 plus ion. Number 2, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു metal ion as a cofactor. Number 2, metal ion as a structural unit. A lot of metal act as a structural entity in living beings. Example, calcium is present in bones and teeth. Iron is present in iron sulfur clusters. Magnesium is present in chlorophyll. മൂന്നാമത്തെ function, control the metabolic activities and other mechanism. For example, കുറച്ച് examples എഴുതി വെച്ചാൽ മതി. Copper plays an important role and utilization and copper plays an important role in utilization and proper metabolism of proteins, construction of hair and muscles, and helps in the formation of RBC. Chromium plays an important role in the utilization and control of carbohydrates and proteins. They also increases muscles and tissue growth. Calcium and magnesium controls muscle contraction. അതൊക്കെ ഈ 3 എക്സാമ്പിൾസ് നിങ്ങൾ എവിടെ എഴുതി വെച്ചാൽ മതി. നാലാമത്തത്, as oxygen carrier. Iron is an essential ingredient in hemoglobin and hemoerythrin that performs the respiratory function in mammals and invertebrates respectively. അഞ്ചാമത്തത്, maintenance of osmotic pressure and pH and regulatory action. Sodium, potassium, calcium and magnesium ions maintains the optimum concentration inside and outside of the cell, and hence the osmotic pressure and pH remain constant. Sodium potassium pump have active role in signal transmission. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പാർട്ടിൽ എഴുതി വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.